ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം അവയവങ്ങളുമായി പുറത്തേക്ക് എത്തുകയാണ്. സെക്യൂരിറ്റി ജീവനക്കാരടക്കം എല്ലാം ആ ആംബുലൻസിലേക്കുള്ള വഴി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത്തരത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഈ അവയവങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ഡോക്ടർമാരുടെ സംഘം. 3 മണിക്കൂർ മാത്രമാണ് മുന്നിലുള്ളത്. ആ 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് എത്തണം. തിരുവനന്തപുരത്തെ 3 വിവിധ ആശുപത്രികളിൽ ഈ അവയവങ്ങൾ, ഈ കുഞ്ഞിന്റെ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞിന്റെ അവയവങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അവിടെ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ അവയവങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ റോഡ് മാർഗം അവിടേക്ക് എത്തിക്കുന്നത്. അല്പസമയം മുമ്പ് സജോ വളരെ വ്യക്തമായി എങ്ങനെയാണ് ആ റൂട്ട് എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു. ഈ ദൗത്യത്തിന്റെ റൂട്ട് വ്യക്തമാക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ഈ ആംബുലൻസിന് കൃത്യമായി സുഗമമായി കടന്നു പോകാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ്. റോഡിൽ നമ്മൾ കൃത്യമായി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ അവയവങ്ങളുമായി ആംബുലൻസിനകത്തേക്ക് കയറിയിരിക്കുന്നു. ആംബുലൻസിന്റെ ഡോർ അടച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൗത്യം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് സജോ. ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. ആ മഹത്തായ ദൗത്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ആര്യ, ഉറപ്പായും ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി വളരെ വേഗത്തിൽ 3 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്ന വലിയ ദൗത്യത്തിന്റെ ഭാഗമാവുക എന്നതാണ് പ്രധാനം. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബൈപ്പാസ് വഴിയാണ്, ബൈപ്പാസ് വഴി കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്ന് കോട്ടയം വഴിയായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഇടങ്ങളിലെല്ലാം പോലീസിന്റെ എസ്കോർട്ട് സംവിധാനമുണ്ട്. പോലീസ് സുരക്ഷ ഒരുക്കും. ഈ ഇടങ്ങളിൽ റൂട്ട് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൃത്യമായ റൂട്ട് ക്ലിയർ ചെയ്യാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ദൗത്യം തിരുവനന്തപുരത്തേക്ക് എത്തണം. അത് പല കാരണങ്ങൾ കൊണ്ട്, നമ്മൾ ഇതിനകം ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ചരിത്രപരമായൊരു ദൗത്യമാണ് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. പ്രധാനപ്പെട്ടൊരു ദൗത്യം. ഞാൻ ഒന്നുകൂടി പാത പറയാം. അതായത് ഇതിനകം തന്നെ കുന്നുംപുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ വഴിയാണ് മിനി ബൈപ്പാസ് വഴി നേരെ തൃപ്പൂണിത്തുറ, പുത്തൻകാവ്, പിന്നീട് ഏറ്റുമാനൂർ, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് എത്തും വിധമാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അക്കാര്യത്തിൽ പോലീസ് കൃത്യമായ അലർട്ട് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായും, അതായത് ഇതിനകം തന്നെ ഈ റൂട്ട് ക്ലിയർ ചെയ്യാൻ, ഈ പാതയിൽ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ എല്ലാ ഇടങ്ങളിലും അതിനുള്ള കൃത്യമായ അലേർട്ട് ഇതിനകം തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ നൽകിയിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ആശങ്ക വേണ്ട. പക്ഷേ പൊതുജനങ്ങൾ കൂടി, നമ്മൾ കൂടി ഈ ദൗത്യത്തിന് സാക്ഷികളാകുന്ന എല്ലാ മനുഷ്യരും ഹൃദയം കൊണ്ടും ഈ ആംബുലൻസ് പോകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സഹകരണം കൊണ്ടും ഈ ദൗത്യത്തിന്റെ ഭാഗമാവുക എന്ന ഒരു അഭ്യർത്ഥന നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർ, ഈ ദൗത്യത്തെ ഏകോപിപ്പിക്കുന്ന ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസും കൈമാറിയിരുന്നു. അത്രമാത്രമാണ് ചെയ്യാനുള്ളത്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട്, ഇതൊരു ചരിത്ര ദൗത്യമാകുന്നുണ്ട്. കാരണം ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 10 വയസ്സിന് നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ പറയുന്നു 10 വയസ്സിന് താഴെയുള്ള ഡോണർമാർ തന്നെ ഇല്ല. അപ്പോൾ 10 മാസത്തിന് താഴെയുള്ള ഡോണർ എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതൊരു വല്ലാത്ത ഹൃദയവേദനയുടെ ഘട്ടത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു ചരിത്ര ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്.